ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത ഞാനിത് ഒരു മാസം കണ്ടിന്യൂസ് ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഈ ഒരു മാസം കണ്ടിന്യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ എൻ്റെ മുഖത്തിൻ്റെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടായിരുന്നു മുഖത്ത്, ചെറിയ ചെറിയ പിമ്പിൾസ്. അതെന്തുകൊണ്ട് വന്നതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ ഒരു പിമ്പിൾസ് കംപ്ലീറ്റ് മാറാനും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പിമ്പിൾസ് വന്ന കലകളടക്കം മാറാനും മുഖം നല്ല നിറം വരാനും സഹായിച്ച നല്ലൊരു ഫേസ് പാക്കാണിത്. ഉറപ്പായിട്ട് അതായത് എൻ്റെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്കിന്നെന്ന് പറയുന്നത് ഓയിലി ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നല്ല, എന്നാൽ നോർമൽ സ്കിൻ എന്ന് പറയാനും പറ്റില്ല. ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ ഒരു സ്കിന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഞാൻ 100% ഉറപ്പ് തരാം. അതായത് എൻ്റെ പോലത്തെ സ്കിന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിതിന് ഞാൻ പറഞ്ഞ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പിമ്പിൾസ് മാറാനും അതുപോലെ തന്നെ ആ പിമ്പിൾ വന്ന കല മാറാനും എല്ലാം സഹായിക്കും. അതുപോലെ തന്നെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന അതായത് നമ്മളെ മുഖത്തുള്ള ഡിസ്കളറേഷൻ എല്ലാം മാറിയിട്ട് ഈവൺ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ കിട്ടാനെല്ലാം സഹായിക്കുന്ന അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഇത്. ഞാനൊരു മാസം ട്രൈ ചെയ്തിട്ട് അത്രയും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയേണ്ട ഇതിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയുന്നത്. ഒറ്റ യൂസ് തന്നെ നല്ല നിറവും തിളക്കവും കിട്ടും. പക്ഷേ അത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസം ചെയ്യണമെന്നില്ല, ഒരു 1-2 ആഴ്ച, ഒരു 10 ദിവസമല്ലേ കഴിയുമ്പോൾ തന്നെ മുഖത്തേക്ക് വരുന്ന ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്നൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ മുഖം ഡള്ളായിട്ട് ഇരിക്കുന്ന സമയത്തും പെട്ടെന്നൊരു ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ഇങ്ങനത്തെ ബ്യൂട്ടി ടിപ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പ്, ആയുർവേദ ഷോപ്പ്, ഇവിടെ എല്ലാം ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ മുൾട്ടാണി മിട്ടി കിട്ടും. മുൾട്ടാണി മിട്ടി എന്ന് പറഞ്ഞാൽ ഒരുതരം കളിമണ്ണ് പോലത്തെ ഒരു ഇതാണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലോണം അത് സഹായിക്കും. ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുക. ഡ്രൈ സ്കിന്നുള്ളവർ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ തേച്ചതിന് ശേഷം കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണ് വേണ്ടത്. 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ, 1 ടീസ്പൂണ് മുൾത്താണി മിട്ടി, അതിലേക്ക് തൈര്, 1 ടീസ്പൂണോളം തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ 3 സാധനം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇത് ദിവസവും നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാന്നാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് മക്കളെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ അതിന് ശേഷം കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത് കുറച്ച് ഈ മുൾത്താണി മിട്ടി നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ടൈറ്റായിട്ട് വരും. അങ്ങനെ നല്ലോണം ടൈറ്റ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തൈരിന് പകരം പാല് യൂസ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, റോസ് വാട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൽ ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സൂട്ടാകുന്ന രീതിക്ക് അത് വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ തൈരാണ് യൂസ് ചെയ്തത്, എനിക്ക് തൈരിലാണ് നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഞാനിത് ഇവിടെ പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ, എന്തായാലും എടുക്കുന്ന നേരം കുറച്ച് കൂടുതലായി പോകും. അപ്പോൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസവും കൂടി യൂസ് ചെയ്യുക. പക്ഷേ 3-4 ദിവസമൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം മുഖം നന്നായി കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് ഇത് കുറച്ച് നല്ല രീതിക്ക് കട്ടിയിൽ തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഒരു 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ പിമ്പിൾസ് ഉള്ള, അതായത് പിമ്പിൾസ് എന്ന് പറയുന്നത് സാധാരണ പിമ്പിൾസ് ആണ് കേട്ടോ, അല്ലാണ്ട് ഈ പൊട്ടിയിട്ട് വരുന്ന അങ്ങനെയുള്ള പിമ്പിൾസ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ ഇത് നിങ്ങൾക്ക് ചിലപ്പം നല്ല നീരലുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളിന് ചെറിയൊരു നീറ്റലുണ്ടാവും. അപ്പോൾ ഈ പൊട്ടിയ കുരുവെല്ലാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും യൂസ് ചെയ്യാത്തതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് നല്ലവണ്ണം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളിയാണ് ചെയ്യേണ്ടത്. ആ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കഴുകുമ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും. കാരണം മുൾത്താണി മിട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മുഖത്തിട്ടിട്ട് കഴുകുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ മുൾത്താണി മിട്ടി തരും. പക്ഷേ ആ ഒരു ഗ്ലോ ആ ഒരു ദിവസം മാത്രമേ നിൽക്കൂ. പെർമനൻ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പെർമനൻ്റായിട്ട് നിൽക്കും. നല്ല നിറവും തിളക്കവും വന്ന് മുഖത്തുള്ള പിമ്പിൾസ് എല്ലാം പോയി മുഖം നല്ല ഈവണായിട്ടുള്ള ഒരു സ്കിൻ ടോൺ കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഞാൻ അത്ര എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റിലൂടെ വന്നിട്ട് ഉറപ്പായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇടാറുണ്ട്. ഒരുപാട് വീഡിയോസിന് ഇതേപോലെ തന്നെ നല്ല കമൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് ഇതിപ്പോൾ ലൈവായിട്ടാണല്ലോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കഴുകിയെടുക്കുമ്പോഴുള്ള ആ ഒരു ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര യൂസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്.
കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്യാത്ത കൈയും ചെയ്ത കൈയും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്ലൈ ചെയ്യാത്ത കൈയിനേക്കാളും നല്ലൊരു നിറവും തിളക്കവും അപ്ലൈ ചെയ്ത കൈയിലുണ്ട്. അപ്പോൾ മുഖത്ത് എന്താ ഇട്ട് കാണിക്കാത്തതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്തതിൽ ക്യാമറക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഫേസിലിട്ട് കാണിച്ചു തരാത്തത്. ഞാനിത് ഫേസിലിട്ടിട്ട് റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കസ്തൂരി മഞ്ഞളും മുൾത്താണി മിട്ടും തൈരും ഇത് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അടിപൊളി റിസൾട്ടാണ്. ഈ പിമ്പിളെല്ലാം വന്നിട്ട് കഷ്ടപ്പെടുന്നവരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.